ആയാലും എല്ലാവർക്കും ഇന്ന് രാവിലെ മുതൽ ക്ലാസ്സുകൾ എടുത്ത പ്രഗത്ഭരായ 3 വ്യക്തിത്വങ്ങളെ we invite them to the stage. Dr. Sanathanan, please. Mr. G. Balachandran, Dr. N.P. Hafiz Mohammed, PM Foundation വേണ്ടി മെറിറ്റിന് വേണ്ടി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന് വേണ്ടി ഒരു ചോദ്യം ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ 3 പേരാണല്ലോ രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 4:15 വരെ they kept you totally engaged, engrossed and made you absolutely informed and enriched എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവർ 3 പേരുടെ സാന്നിധ്യത്തിൽ ഇവർ 3 പേരെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കുട്ടികളുടെ മാത്രം റെസ്പോൺസ് കിട്ടാൻ ആഗ്രഹമുണ്ട്. ഹൗ വാസ് ദി പ്രോഗ്രാം? കുട്ടികളോട് ചോദിക്കുന്നത് ഹൗ വാസ് ദി പ്രോഗ്രാം? യെസ് എന്ന്, ഗുഡ് എന്ന്, ബാഡ് എന്നോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാം, ഹൗ വാസ് ദി പ്രോഗ്രാം എന്ന് ചോദിച്ച് വാസ് ഇറ്റ് ഗുഡ്? വാസ് ഇറ്റ് ആവറേജ്? Thank you so much. നമ്മളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള PM ഫൗണ്ടേഷന്റെ ട്രസ്റ്റീസ് ആയിട്ട് കൊച്ചിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ഡോക്ടർ ഷറഫുദ്ദീൻ ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞു. ഡോക്ടർ KT അഷ്റഫ് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു, പ്ലീസ്. മെറിറ്റിന് വേണ്ടി ഇതിലെ ഏറ്റവും മുഖ്യ സംഘാടകരായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഏറ്റവും അധികം അധ്വാനിച്ചിട്ടുള്ളത് മിസ്റ്റർ മുഹമ്മദ് അലി, പ്ലീസ്. മിസ്റ്റർ ശശികുമാർ, മിസ്റ്റർ അബ്ദുൽ സലാം, നമ്മുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുമായിട്ട് ഈ ഒരു ലിങ്ക് പൂർണ്ണമായിട്ടും ഉണ്ടാക്കിയത് ഡോക്ടർ ഷാജഹാൻ, Mr. Farooq, please. And I would really state that this has not just been a victory or a success as far as the foundation, as far as the trust is concerned, unless and until those persons ഇവിടെ രാവും പകലും കഴിഞ്ഞ 1-2 മാസക്കാലമായിട്ട് ഇതൊരു വലിയ വിജയമാക്കി തീർക്കുവാൻ വേണ്ടി നിരന്തരമായി യത്നിച്ച എല്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെയും വോളണ്ടിയേഴ്സിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് ഗിവ് ദം എ ബിഗ് ഹാൻഡ്. എല്ലാവരും വിളിക്കുക. അവിടെ പിന്നിൽ നിൽക്കുന്നവർ, മുന്നിൽ നിൽക്കുന്നവർ എല്ലാവരും വരിക. ഓർഗനൈസിംഗ് കമ്മിറ്റി പിന്നിൽ കുറച്ചുപേരുണ്ട്. ആരാണ്? സംഘാടക സമിതി അംഗങ്ങളായിട്ട് നാണം ഭാവിച്ചുകൊണ്ട് പിന്നിൽ ഒളിച്ചു നിൽക്കുന്നവർക്ക് മുന്നോട്ട് വരാം. റെഡ് ടാഗുള്ള എല്ലാവർക്കും വരാം. റെഡ് ടാഗുള്ള എല്ലാവരും ധാരാളം വേറെ പേരില്ലേ? ഇല്ല. ജയചന്ദ്രൻ, പ്ലീസ് കം. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ കപ്പിത്താനെ ഞങ്ങൾ ക്ഷണിക്കുന്നു, അനീഷ് സാറിനെ. കപ്പിത്താൻ പിന്നിൽ നിൽക്കാം. അനീഷ് സാറിനെ ശരിയായ രീതിയിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെന്നൊരു തോന്നൽ എനിക്കുള്ളതുകൊണ്ടാണ്. അനീഷ് സാർ ഈസ് എൻ IAS ഓഫീസർ ഇൻ കേരള. ആദ്യം കേരളത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് നേതൃത്വം കൊടുത്ത കാലത്ത് അദ്ദേഹമായിരുന്നു പബ്ലിക് ഇൻസ്ട്രക്ഷന്റെ ഡയറക്ടർ DPA സ്ഥാനത്തുണ്ടായിരുന്നത്. മെട്രോ, കൊച്ചിൻ മെട്രോയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഉണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും നല്ല ജനകീയനായ ഒരു IAS സിവിൽ സർവീസ് ഓഫീസറാണ്. അദ്ദേഹമാണ് PM ഫൗണ്ടേഷന്റെ ചെയർമാൻ. കോഴിക്കോട് വെച്ച് യുവജനോത്സവം നടന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ലോകത്തിന് മുഴുവനും. എങ്ങനെയാണ് ഈ യുവജനോത്സവം നടത്തുക എന്നുള്ളത്. ഒരു നാടൻ പ്രയോഗം പൂവമ്പഴം പോലെ യുവജനോത്സവം നടത്തിയിട്ടുള്ള ആളാണ്.
അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു കാര്യം ചെയ്തിരുന്നു, ഫീഡ്ബാക്ക് ഫോംസ് കുട്ടികളിൽ നിന്ന് പൂർണ്ണമായിട്ടും ശേഖരിച്ചിരുന്നു. സോ ഐ വിൽ റിക്വസ്റ്റ് നമ്മുടെ ട്രെയിനേഴ്സ് ആൻഡ് ദി ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ നമ്മൾ ആദ്യം വിളിച്ചിരുന്ന അവർ ബാക്കി എല്ലാവരോടും സ്വസ്ഥാനങ്ങളിലേക്കും നമ്മുടെ പിന്നെ മറ്റുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് പ്ലീസ് ഗോ ടു ബാക്ക് ടു യുവർ പ്ലേസസ്. നമ്മുടെ കുട്ടികൾ 4 മണിക്ക് തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ്സ് അവിടെ വെച്ച് കൊടുത്തത് ഇവിടുത്തെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ്. പക്ഷേ വാട്ട് വി ഇന്റൻഡ് ടു ഡു ഇസ് വി ഹാഡ് സംതിങ് ലൈക്ക് ഓൾമോസ്റ്റ് 90 സ്റ്റുഡൻസ്, 90 കുട്ടികളുണ്ടായിരുന്നു. ആ 90 കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫ്സ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ സർട്ടിഫിക്കറ്റ്സ് പിടിച്ചുകൊണ്ട് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നാം കിടക്കുകയാണ്. ഡോക്ടർ സനാതനൻ, ഹാഫിസ് മുഹമ്മദ്, ബാലചന്ദ്രൻ, ഓർഗനൈസിംഗ് കമ്മിറ്റി, അഷ്റഫ്, മൈസെൽഫ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റാൻഡമായിട്ടേ വിളിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു 15 വോളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 15 നമ്പേഴ്സ് വെച്ചിട്ട് വിളിക്കുക പ്ലീസ്. ആദ്യത്തെ ഒരു 15 കുട്ടികളെ കൊണ്ട് വരിക. 15. പ്രിയ സുഹൃത്തുക്കളെ, കുട്ടികൾ, കേരള പിറവി ദിവസം കൂടിയായ ഇന്ന് മലയാള നാടിനെയും മലയാള നാടിൻ്റെ സൗന്ദര്യത്തെയും നാടിൻ്റെ ഭംഗിയെയും എല്ലാം വിട്ട് മറുനാട്ടിൽ ജീവിക്കാൻ ആയിട്ട് വന്ന നമുക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയും ആണ് നമ്മുടെ കുട്ടികളെ നല്ല പൗരന്മാരായി നല്ല വ്യക്തികളായി വളർത്തിക്കൊണ്ടുവരുവാനും നമ്മെ സഹായിക്കുക എന്ന എവിടെയും കിട്ടാത്ത, ഏതൊരു സ്കൂളിൽ പഠിക്കാത്ത അറിവ് നമുക്ക് തന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയ ഡോക്ടർ സനാതനൻ സാർ. അദ്ദേഹം ഞങ്ങൾ വളരെയധികം നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ തട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത രീതിയിലുള്ള അവബോധം നമുക്കുണ്ടാക്കി തന്നു. നമ്മുടെ കുട്ടികളെക്കുറിച്ചും അവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചും അവരുടെ ചിന്തകളെക്കുറിച്ചും അവരിൽ ഏത് തരത്തിലുള്ള എങ്ങനെയുള്ള എൻകറേജ്മെന്റ് നമ്മൾ നൽകണമെന്നതിനെ കുറിച്ചും എങ്ങനെ അവരെ മനസ്സിലാക്കി അവരോടൊത്ത് അവരുടെ ഒരു ചങ്ങാതിയാവണമെന്ന് നമ്മളെ മനസ്സിലാക്കിച്ച ശ്രീ ഡോക്ടർ സനാതനൻ സാറിനോട്, ശ്രീ ബാലകൃഷ്ണൻ സാർ, ബാലചന്ദ്രൻ സാർ നമുക്ക് നൽകിയ അറിവ്, സന്തോഷവും നമ്മുടെ എല്ലാം സമ്പത്തുമായ നമ്മുടെ കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് എങ്ങനെ നമുക്ക് അവർക്കും നാട്ടിനും ഒരു സമ്പത്തായി അവരെ കൊണ്ടുവരാം, നമ്മുടെ ജീവിതം മുഴുവൻ എങ്ങനെ സന്തോഷം പ്രദാനം ചെയ്യാം അവർക്കും നമുക്കും എന്ന് നമുക്ക് വലിയൊരു പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്ന ശ്രീ ജി ബാലകൃഷ്ണൻ സാർ, ബാലചന്ദ്രൻ സാർ, അതുപോലെ ഡോക്ടർ ഹഫീസ് മുഹമ്മദ് സാർ, ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് സെഷൻസ് നമ്മളെ ഉദ്ബോധിപ്പിച്ച എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ വളരെയധികം നമ്മളെ മനസ്സിൽ സ്വാധീനിക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെക്കുറിച്ചും യുവജനങ്ങളെക്കുറിച്ചും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയ ആ രീതി സുസ്ഥിരമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം നമ്മൾ സ്വാധീനിച്ചത്. ഇതുപോലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് തരാൻ നമ്മളെല്ലാവരെയും സംഘടിപ്പിച്ച് നമ്മളൊരു ഇൻസൈറ്റ് ഉണ്ടാക്കുവാനും ഇതിനു വേണ്ടി ജോലി ചെയ്ത ഇതിന് സംഘാടകരായ മെറിറ്റ് ഫൗണ്ടേഷൻ ബോംബെ, മെറിറ്റ് ഫൗണ്ടേഷൻ രൂപീകൃതമായിട്ട് വളരെ കുറച്ച് സമയമായിട്ടുള്ളെങ്കിലും ബോംബെയിൽ മറ്റാരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു വലിയ സംരംഭമാണ് മെറിറ്റ് ഫൗണ്ടേഷൻ ചെയ്തത്.
അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള PM ഫൗണ്ടേഷൻ, വർഷങ്ങളോളമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങളെ, സാധാരണക്കാരുടെ മക്കളെ, സാധാരണക്കാരെ ബോധവൽക്കരിക്കാൻ ഒരുപാട് വർഷമായി ഒത്തിരി സംഭാവനകൾ നൽകുന്ന മെറിറ്റ് ഫൗണ്ടേഷൻ, പേരൻസിൻ്റെയും കുട്ടികളുടെയും എല്ലാം പേരിൽ എൻ്റെ വിനീതമായ നന്ദി, സ്നേഹം പ്രകടിപ്പിക്കുന്നു. നന്ദി. ഈ പ്രോഗ്രാമിന്റെ നടത്തിപ്പിന് വേണ്ടി മെനക്കെട്ട എല്ലാവർക്കും വേണ്ടി ഒരു ആശംസ അല്ലെങ്കിൽ നന്ദി പ്രകടനം എന്ന നിലയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. മോർ ദാൻ എ ഫീഡ്ബാക്ക് ഫ്രം പാരന്റ്, ഐ ഫീൽ നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും കുട്ടികളെ വളർത്തുന്നതിനുള്ള 100 ക്വസ്റ്റ്യൻസും സംശയങ്ങളും എല്ലാം ഉള്ള സമയത്ത് now where to look for answers, we got the answer for that. We have 3 best trainers with us and ഈ ഉദ്യമത്തിന് വേണ്ടി ഇവിടെ വന്ന ഇതിനുവേണ്ടി മെനക്കെട്ട മെറിറ്റ് ഫൗണ്ടേഷനും PM ഫൗണ്ടേഷൻ, മെറിറ്റ് ട്രസ്റ്റ് ആൻഡ് ടിസിനും ഒരുപാട് നന്ദിയുടെ പുച്ഛലുകൾ അർപ്പിക്കുന്നു ആസ് എ പാരന്റ്. ആൻഡ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ആ ഒരു തിയറി പ്രകാരം ഒരുപാട് ഇവിടെ ഇരിക്കുന്ന പലർക്കും മക്കളെല്ലാം വലിയ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയുള്ള കാലത്തെങ്കിലും whenever we face such problems like and the situations Rajendran sir കാണിച്ചു തന്നു, അതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ where to look for solution, അതിന് നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവായെന്ന് തോന്നുന്നു. ആൻഡ് ഈ ഒരു ഫസ്റ്റ് ടൈം ഇൻ ബോംബെ, ഐ തിങ്ക് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മോർ ദാൻ പാരന്റ്സ്, ഐ തിങ്ക് ദ ചിൽഡ്രൻ ഹാവ് ബെനിഫിറ്റഡ് മോർ ആൻഡ് വി ആർ എക്സ്പെക്ടിങ് സച്ച് സെഷൻസ് ഇൻ നിയർ ഫ്യൂച്ചർ. ഇഫ് ഓഡിയൻസ് ഇല്ലാത്തതാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ ഏരിയയിലുള്ള വിത്തിനൊരു 5 കിലോമീറ്റേഴ്സ് റേഡിയസിനകത്ത് ഉള്ള മലയാളി പബ്ലിക്കിന്റെ ഒരു 1% പോലും ഇവിടെ എത്തിയിട്ടില്ല എന്ന് ഞാൻ പറയാം. ആക്ച്വലി അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ് സിസ്റ്റം. ആൻഡ് ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ഫർദർ സെഷൻസ് ഇൻ ബോംബെ, വി ആർ ലുക്കിംഗ് ഫോർ ഇറ്റ്. And as a suggestion, I can ask for let it be a longer session. Like each session today, നമ്മളിവിടെ ഓരോരുത്തരും മനസ്സിലുണ്ട് ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 1% പോലും ഇവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനിയൊരു സെഷൻ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഓരോ സെഷനും ഓരോ 1 day സെഷൻ ആക്കാം. ലെറ്റ് ഇറ്റ് ബി ഓവർ 3 separate days, നോ പ്രോബ്ലം. ബട്ട് ഇറ്റ് ഈസ് ടു ആർക്കും മനസ്സിൽ ഇതുണ്ടാവില്ല ദാറ്റ് ദിസ് ഈസ് മോർ, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു, ഇതെല്ലാമായിരുന്നു, ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയാണോ വന്നേ. Nobody may be regretting that one Sunday is lost here. It is such a good session and I feel this has to continue. Please take it up. മിസ്സസ് ഗംഗയുടെ സജഷൻസ് ഒക്കെ വളരെ സന്തോഷമായിരുന്നു. ഒറ്റ കാര്യം മാത്രമേ ആലോചിച്ചു പോയി, 3 ദിവസം കാര്യമായിട്ട് നടത്തണമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും കേരള ഗവൺമെന്റ് എന്നെ സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയൻ അറിയാൻ വേണ്ടി അമൃത. യെസ് അമൃത. I would like to thank PMF, Merit Foundation and TIS for conducting this program. It has indeed been a wonderful time and we have learned so much. We have learned that we have talents that even we don't know about. We have things that we can do that no one else knows and only we can know. So we should get to know ourselves better first. Then we were taught about group communication, how to communicate in groups like I'm doing now. And we were told how to do it effectively. It was a very interactive session. We played a lot of games, had a lot of activities, and it was so much fun. Really, as Mini Ma'am said, the only suggestion I have from my side is that this should have gone on for longer and that more such programs should be conducted. Yes, it's not because of the lack of audience, as she said. We are all looking for public speaking programs or for the parents, like how to bring up the children. Such programs are much needed. So I would like to thank everyone, the organization, for this program. And I had a wonderful time. Thank you. As the saying goes,
all good things should come to an end. Short, crisp, sweet. This is precisely what we wanted to do. Swaroop? Yes, Suraj. I say thank you to everyone who cooperated for this day and arranging a wonderful workshop for today. And I liked every lecture today, but as both said, it was too short. I too needed a day full of this, but you all know we have less time. Then Dr. Hafiz Mohammed said, we have role models. We should have role models. And that's why we can achieve our goals. And by nurturing our dreams, we can be a player in our life, not a spectator. That's why, and Dr. Hafiz sir said once more that language, examples and gestures bring more effective communication skills. And I thank you everyone for this day, and that's all I want to say. Thank you so much. ഇത് വാസ്തവത്തിൽ ഒരു വളരെ സന്തോഷമുള്ളൊരു വേളയാണ്. PM ഫൗണ്ടേഷന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലും കേരളത്തിലും കാര്യമായിട്ടുള്ള പരിപാടികളെല്ലാം നടത്തിയെങ്കിലും കേരളത്തിനടുത്ത് ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളിലായിട്ട് ഇതാദ്യമായിട്ടാണ് ഇത്രയും വിപുലമായൊരു പരിപാടി നടത്തിയത്. നിശ്ചയമായിട്ടും ഈ കേൾക്കുന്ന മറുപടികൾ പൂർണ്ണമായും സത്യസന്ധതയുടെ സമ്പൂർണ്ണതയാണെങ്കിൽ ഈ മധുരോദാരമായിട്ടുള്ള ഒരു വിചാരം മനസ്സിലൊരു ചെറിയ സന്തോഷം ഈ ദിവസം അവശേഷിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും പിരിയുന്നെങ്കിൽ നിശ്ചയമായിട്ടും മറുപടി പറയാൻ സാധിക്കും. തിരികെ വരാം ഒരുപാട് പരിപാടികളുമായി ഒത്തിരി കാര്യങ്ങളുമായി നിങ്ങളിൽ ഓരോരുത്തർക്കും വേണ്ടിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പൂർണ്ണ സമർപ്പണത്തോടു കൂടി തീർച്ചയായിട്ടും I would assure you that too many programs can start off from today. I will certainly do that. That's the offer. ഇവിടെ എല്ലാം അവസാനിക്കാൻ പോകുന്നു. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി മിസ്റ്റർ മുഹമ്മദ് അലി ഫ്രം മെൽറ്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, sir. I take this opportunity to thank Muhammad Anish sir, trainers and other guests for the valuable time given to us. I also thank parents, students who have given up their Sunday to us. And I also thank organizations like TTFAC, Sri Narayana Guru, KMA, Adarsh Vidyalaya and other Malayali Sangatans. I also thank all the volunteers who have helped us to make this program a success. Thank you one and all. ദേശീയ ഗാനം നന്നായിട്ട് ആലപിക്കാൻ അറിയുന്ന 2-3 കുട്ടികളും വരാമോ? National anthem. Yes, please. Come.